ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. ഇന്ന് ശനിയാഴ്ചയാണ്. ഇപ്പോൾ ഇവിടെ ഒരു 9:30 ആയി നൈറ്റ്. ഒന്ന് വെറുതെ വെളിയിലോട്ടൊന്നും ഇറങ്ങാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ചിട്ടൊക്കെ വരാമെന്ന്. വെളിയിലോട്ട് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടാലും ഇങ്ങനെ വെളിയിലോട്ട് വന്നു. ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൽ നിന്ന് ഇവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ ചായ കിട്ടും. ചായ വാങ്ങിച്ചിട്ട് നടക്കും. ദുബായിലെ ഇവിടെ ഒരു ദിനമേ ഉള്ളൂ. മറ്റുള്ള കടകളിലൊക്കെ നമ്മുടെ മേലത്തെ ഒരു 24 രൂപയാണ്. ഇങ്ങനെ ഇവിടെ നിന്നൊരു സമൂസ വാങ്ങി. ഇതിന് ഒരു തരമാണ് ഉണ്ടാകുന്നത്. ചിക്കൻ സമൂസയാണ് കഴിച്ചു നോക്കാം. നന്നായിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി ചായ എടുത്തിട്ട്. ഇപ്പോൾ ദുബായിൽ മാസമൊക്കെ നല്ല ചൂടാണ് കേട്ടോ. ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് രാത്രിയും. പക്ഷേ ഇന്ന് കുറച്ച് നല്ല കാറ്റൊക്കെ ഉണ്ട്. തണുത്ത കാലാവസ്ഥ അങ്ങനെ നിൽക്കുകയാണ്. പകല ചില സമയത്തൊന്നും നമുക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാളും ചിലപ്പോൾ 50 ഡിഗ്രിയൊക്കെ പോകും. ഇന്ന് രാവിലെയൊക്കെ 35 ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ. ഗ്ലാസ് ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞു. ഇത് എവിടെയെങ്കിലും വലിച്ചെറിയാൻ പറ്റത്തില്ല. നമുക്ക് അതിൻ്റെ എവിടെയാണ് ഇടേണ്ടത്. ചില സ്ഥലത്തൊക്കെ നമുക്ക് അതിനുള്ള വേസ്റ്റ് ബക്കറ്റുകളുണ്ടാവും കടകളുടെ ഫ്രണ്ടിൽ. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് വലിയൊരു ടിന്നാൻ അവിടെ വച്ചിട്ടുണ്ടാവും. അവിടെ ബാസ്ക്കറ്റ് പോലെ അതിൽ വേണം ഇടാൻ വേണ്ടി. ഇവിടെ കണ്ട മുനിസിപ്പാലിറ്റിയുടെ തന്നെ വലിയൊരു എന്താ പറയുക വേസ്റ്റ് ഇതൊക്കെ വച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാം ക്ലീനാണ്. ഇവിടെയൊക്കെ എല്ലാം ക്ലീനാണ്. എവിടെയെങ്കിലുമൊക്കെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ അവർ കാണണമെങ്കിൽ ഭയങ്കര തരും നമുക്ക്. ഒരു ഉദാഹരണമായിട്ട് നമ്മളെ മുന്നേ ഒരു ഫ്രണ്ട്, പുള്ളിക്കാരൻ ഒരു സിഗരറ്റ് വലിച്ചിട്ട് അവിടെ ആരുമില്ലെന്ന് പറഞ്ഞിട്ട് തറയിലിട്ട് ചവിട്ടി. തൊട്ടടുത്ത് കുറച്ച് മാറിയിട്ട് CID-കളുണ്ടാവും, മുനിസിപ്പാലിറ്റിയിലെ ആൾക്കാർ. നമുക്കറിയാൻ പറ്റത്തില്ല. അങ്ങനെ വന്നിട്ട് ഫൈൻ അടിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ. നമ്മൾ വിചാരിക്കും നമ്മളെ കൂടെ വയ്ക്കുന്ന ആൾക്കാരാണ്, പക്ഷേ CID അത് ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയൊക്കെ നിയമം പാലിച്ച് പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊക്കെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ ചില സ്ഥലത്താണ് ഓഫർ, നല്ല രീതിയിൽ ഓഫർ കാണും. അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ വേറൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, മദീനയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ അടുത്തുള്ളതിൽ എല്ലാ സാധനങ്ങൾക്കും മിക്കവാറും ഓഫർ ഉണ്ടാവും. മറ്റുള്ളിടത്തും ഉണ്ടാവും, പക്ഷെ നമുക്ക് എല്ലാം ഒന്നിച്ച് കിട്ടുന്ന സ്ഥലത്തോട്ട് പോകുന്നതായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അധികം ചെറിയ കാറ്റൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ നന്നായിട്ട് വേർക്കുന്നുണ്ട്. നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് രാത്രി. ചില ദിവസങ്ങളിൽ നമ്മൾ വെറുതെ ഇങ്ങനെ വേർത്തുകൊണ്ടേയിരിക്കും. ഉച്ചയ്ക്കായാലും അധികം വെയിലൊന്നും കാണത്തില്ല, പക്ഷെ നല്ല ഹ്യൂമിഡിറ്റി, വെപ്രാളം ഇങ്ങനെ എടുത്തിട്ടേ ഇരിക്കും. അങ്ങനെയാണ്. ചില സമയത്ത് നല്ല പൊള്ളുന്ന ചൂടുമായിരിക്കും, വെയിലും ഉണ്ടാവും. നടന്നു പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചില ദിവസങ്ങളിൽ. ഇപ്പം നന്നായിട്ട് വേർക്കുന്നുണ്ട്. അതാണ് ഞാൻ നടന്നു പോകുന്നത്. ഇങ്ങനെ ചിന്തിക്കുകയാണ് പോകുന്ന വഴിയിലൊക്കെ കാര്യങ്ങൾ. പിന്നെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചൂട് ഇനിയിപ്പം നമുക്കൊരു 2 മാസത്തേക്ക് മുന്നേ വരെ നല്ല തണുപ്പ് കാലാവസ്ഥയായിരുന്നു. നല്ലൊരു ക്ലൈമറ്റാണ് ദുബായിൽ.
ഇനിയിപ്പം ഒരു ഒക്ടോബർ ഒക്ടോബർ ലാസ്റ്റ് വരെയൊക്കെ നവംബർ പകുതി വരെയൊക്കെ നല്ല ചൂടായിരിക്കും. പിന്നെ നമ്മുടെ ക്ലൈമറ്റ് മാറി അടിപൊളിക്ക് മാറും. പിന്നെ നമുക്ക് നല്ലൊരു കാലാവസ്ഥയാണ്, തണുപ്പൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ ഫ്രണ്ടിലോട്ട് ക്യാമറ വയ്ക്കാത്തത് ഇപ്പം കുറേ നിയമങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് വീഡിയോസൊക്കെ പബ്ലിക്കായിട്ട് നമുക്ക് ഇടുന്നതിന് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് അങ്ങനെ ഫ്രണ്ടിലോട്ടുള്ള ഒത്തിരി ഇത് കാണിക്കാതൊക്കെ മിസ് ചെയ്തുള്ളത്. ഇങ്ങനെ നടക്കുകയാണ്. കുറച്ചും കൂടെ ഉണ്ട് നടക്കാൻ വേണ്ടി ഞാൻ പോകുന്ന കട. കുറേ മരങ്ങളൊക്കെ നിൽക്കുകയാണ് കേട്ടോ. കണ്ടോ, ഒരു വേപ്പാണുള്ളത്, വേപ്പിൻ്റെ മരങ്ങളാണ്. രാത്രിയായി, അതുകൊണ്ട് ഉണ്ടോ വേപ്പാണ്. നല്ല തണൽ കാണും ഈ സ്ഥലത്തൂടെ പകലായാലും. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട് ഇതിങ്ങനെ ഫ്ലോ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. 12, 2 മണി, 3 മണി ആയാലും. പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കരാമ എന്ന് പറയുന്നത്. ADCB മെട്രോയിലൊക്കെ അടുത്തായിട്ടുള്ള ഏരിയയാണ്. ഇനി കുറച്ചും കൂടെ പോകണം സൂപ്പർ മാർക്കറ്റിലോട്ട്. ഞാൻ കുറേ ആയി വീഡിയോ ചെയ്തിട്ട്, ഇനി കണ്ടിന്യൂസ് എന്തായാലും വീഡിയോയിലിടാം. കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ്. ഞാൻ ഇവിടെ ഒരിടത്ത് നല്ല പച്ചപ്പുണ്ടോ, കുറേ ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ തന്നെ അത് കുറേ ഫുഡൊക്കെ വെച്ചിട്ട് ഇതൊരു വേർപ്പിൻ്റെ ഇതുണ്ടോ മരമാണ്. ആ സൈഡിലോട്ടാണ് എൻ്റെ കട വരുന്നത്, കുറച്ചുകൂടെ അടുത്തായിട്ട് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ എല്ലാം വാങ്ങിയിട്ട് ഞാൻ വീണ്ടും വരാം. എന്തൊക്കെ വാങ്ങിയെന്നുള്ളത് കാണിക്കാം. റൂമിലെത്തി നല്ല വേർത്ത് പണ്ടാരടങ്ങി. നല്ല ചൂടാണ് വെളിയിൽ. റൂമിൽ നടന്നപ്പോഴും കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. ക്യാരറ്റ് ഇതിന് 91 പിൽസേ ആയിട്ടുള്ള കേട്ടോ. നല്ല ഓഫർ ഉണ്ടായിരുന്നു. 2 ഉള്ളൂ. പയർ, ഉള്ളിലേക്ക് തന്നെ ഓഫറായിരുന്നു. അതായത് ഏകദേശം എത്രയാണ്, 800-900 ഗ്രാമിന് 66 പിൽസ്. നാട്ടിലത്തെ വരുമ്പോഴൊരു 100-110 ആയിട്ടുണ്ട്. പരിപ്പ് പിന്നെ കോളിഫ്ലവർ ഉണ്ടായല്ലോ, ഇതിനും ചെറിയ പൈസയേ ഉള്ളൂ. 1.60 ആണ് ഇതിന്. നാട്ടിലത്തെ വരുമ്പോൾ നാട്ടിലത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാകും 300 ആയിട്ടുണ്ട്. 2 പഴം, ചെറിയ ഉള്ളി ഓഫറായിരുന്നു. ഇത് 1.18, ഒരു തരം 18 പീസാണ്. നാട്ടിലത്തെ വരുമ്പോൾ ഒരു 30-40 രൂപയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പംകിനാണ്, അതിനും 2 തരം അടുപ്പിച്ചാണ് ആയത്. പിന്നെ തക്കാളിയാണ്, അല്ല ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് വാങ്ങിയത്. പിന്നെ നമ്മുടെ കപ്പ, ഇതൊരു പീസേ എടുത്തിട്ടുള്ളൂ. ഇതിന് നല്ല പൈസ 3.41 പീസ്, 3.41 പീസ്. നാട്ടിലൊക്കെ 70 രൂപ ആയിട്ടുണ്ട്. കത്തിരിക്ക, ഇതിനും ഒരു തരം 79 പീസ്. നിങ്ങൾ വിചാരിക്കെല്ലാം നമ്മളെ നാട്ടിലതൊക്കെ 1 രൂപ പോലെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ 10, 20, 30 രൂപയൊക്കെ ആയിട്ടുണ്ട്. ഇതും വെളുത്തുള്ളിയാണ്. ഇതിന് ഒരു തരം 0.7 പീസ് ഇതൊക്കെയാണ്. പിന്നെ ഞാൻ മാങ്ങ വാങ്ങിയായിരുന്നു, കാണിക്കാം.
ബീഫാണ് വാങ്ങിയത് ഞാനിന്ന് നാളത്തേക്ക്. ഇത് നല്ല വിലയുണ്ട് കേട്ടോ. 26 ദിറമാണ് 1 കിലോ വരുന്നത്. ഞാൻ വാങ്ങിയതൊരു 650 ഗ്രാമാണ്. 17 ദിറമാണ് ഇത്. നാട്ടിലത്തെ വരുമ്പോൾ ഒരു 300 350 ആയിട്ടുണ്ട്. ഇതിലാണ് മാങ്ങ വാങ്ങിയായിരുന്നു. ഇതിന് കിലോയ്ക്ക് ഏകദേശം 9 ദിറം. നാട്ടിലത്തെ 200-210 രൂപ ഉണ്ട്. രണ്ടെണ്ണമാണ് വാങ്ങിയത്. ഇതിന് ഏകദേശം 6 ദിറം 18 ദിവസമായിട്ടുണ്ട്. 130 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.